സൂപ്പർമാൻ ട്രെയിലറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. സൂപ്പർമാൻ ഉണ്ട്, ലൂസ് ലെയൻ ഉണ്ട്, ലെക്സ് ലൂതർ ഉണ്ട്. ഇവരുണ്ടോ നമുക്ക് ഓൾറെഡി അറിയാം, നായകൻ, നായിക, വില്ലൻ. ഇതല്ലാതെ ഇതിനകത്ത് അപ്പിയർ ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോനെ കാണിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോനെ ഭയങ്കര ഇമോഷണലായിട്ടാണ് കാണിച്ചത്. ഭയങ്കര കിളിയൊരു എൻട്രി ഒക്കെയാണ് കൊടുത്തത്. ഞാൻ വിചാരിച്ചില്ല അത് ട്രെയിലറിൽ കാണിക്കും എന്നുള്ളത്, തിയേറ്ററിൽ കാണിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കാണിച്ചിട്ടുണ്ട് ക്രിപ്റ്റോനെ. അതല്ലാണ്ട് ജിമ്മി ഓൾസനെ കാണിച്ചിട്ടുണ്ട്. ജിമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാർക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഗൈ ഗാർണർ AKA ഗ്രീൻ ലാൻഡനെ കാണിച്ചിട്ടുണ്ട്. അത് ഒരു കിടന്ന സാധനമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ കാണിച്ചിട്ടുള്ളത് ഹോഗേളിനെയാണ്. ഹോഗേളിനെയൊക്കെ ഇത് ട്രെയിലറിലേക്ക് കാണിക്കണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് കാണിക്കാത്ത ഒരു കിടലൻ ക്യാരക്ടർ ഉണ്ട് ഇപ്പോഴും. പിന്നെ കാണിച്ചിട്ടുള്ളത് മെറ്റമോർഫിയയാണ്. മെറ്റമോർഫിയെ ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് കാണിച്ചത്. നല്ല രസമുണ്ട് ആക്ച്വലി. പല ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സൂപ്പർമാൻ സിനിമയിൽ ഇത്രയധികം ക്യാരക്ടേഴ്സിനെ കാണിക്കും എന്നുള്ളത്. പക്ഷേ ഒരു ട്രെയിലറിനകത്ത് ഇത്രയും കാണിക്കുമ്പം സിനിമയിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. പിന്നെ മിസ്റ്റർ ടെറിഫിക്കിനെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പേരെയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കാണിക്കാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂപ്പർ ഗേളാണ്. സൂപ്പർ ഗേളിനെ കാണിച്ചില്ല. ഒരു ക്യാമിയോ റോളായിട്ടായിരിക്കും സിനിമയിൽ വരുന്നത്. കാരണം സൂപ്പർ ഗേളിൻ്റെ ഒരു സോളോ മൂവിയൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തൊരു ക്യാമിയോ മിക്കവാറും അതൊരു ക്രെഡിറ്റ് സീനിലായിരിക്കും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മിനിറ്റുള്ള ഒരു ട്രെയിലർ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമ കാണാനുള്ള ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ജെയിംസ് ഗൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നാണ് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. ഒരു ഡിഫറൻറ്റ് സിനിമ, ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് സൂപ്പർമാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട സൂപ്പർമാൻ സിനിമകൾ പോലെയല്ല. എന്തായാലും ജൂലൈ 11 സിനിമ റിലീസാവും. അത്രയും നാളുകൂടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി നോക്കാം.